ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വളരെ പ്രബുദ്ധമായ ഒരു സദസ്സിൻ്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. ഞാനൊരു രാഷ്ട്രീയ വിശകലന വിദഗ്ധനല്ല, സാംസ്കാരിക പ്രവർത്തകനും ഒരു എഴുത്തുകാരനും അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റുമാണ്. അപ്പോൾ ആ വീക്ഷണത്തിലൂടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ ജനാധിപത്യം മോർച്ചറിയിലായിരുന്നു. അങ്ങനെ 10 വർഷമായി മോർച്ചറിയിൽ കിടക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് അല്പമെങ്കിലും പ്രാണവായു ശ്വസിക്കാൻ കഴിഞ്ഞത് പ്രധാനമായും അതിനുവേണ്ടി രക്തസാക്ഷികളായ സ്റ്റാൻ സ്വാമി ഉൾപ്പെടെ ഇന്നും ജയിലിൽ കിടക്കുന്ന BK-16 എന്ന് പറയുമ്പോൾ ഭീമാ കൊരേഗാവിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നവർ, സഞ്ജീവ് ഭട്ട്, അങ്ങനെ ഒരുപാട് പേരുകൾ. ആദ്യം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുടനെ ആദ്യം ഞാൻ ചിന്തിച്ചത് 1948 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ സവർക്കറിന്റെ ദാദറിലുള്ള വീട്ടിലേക്ക് ഇന്ത്യയിലെ ജനാധിപത്യ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾ കൂട്ടമായി സവർക്കറിന്റെ ഭവനത്തിലേക്ക്, സവർക്കർ ഭവൻ ആർത്തലച്ച് എത്തിച്ചേരുന്നതാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ട ജനാധിപത്യം, കൊല്ലപ്പെട്ട ജനാധിപത്യത്തിന് എതിരെ പ്രതികാരം ചെയ്യാനായിരുന്നു സവർക്കറിന്റെ വസതിയിലേക്ക് അവർ ആർത്തലച്ച് ചെന്നത്. പക്ഷേ ഗാന്ധിയെ സംരക്ഷിക്കാൻ കഴിയാതിരുന്ന നമ്മുടെ സൈന്യവും പോലീസും സവർക്കറെ വളരെ ഭംഗിയായി സംരക്ഷിച്ചു. ആർക്കും സവർക്കറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ രീതിയിൽ ഇന്ന് ആണ് ഞാൻ ഈ ഫലത്തെ കാണുന്നത്. ജനങ്ങൾ ആർത്തലച്ച് ചെയ്യുകയും പക്ഷേ ഈ ഏകാധിപതിയെ നമ്മുടെ സിസ്റ്റം നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. പരാജയപ്പെടുത്തപ്പെട്ടാലും അയാൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതെന്തുകൊണ്ടാണ് എന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് നമ്മളൊരു ആമുഖം അറിയേണ്ടതുണ്ട്. വടക്കേ ഇന്ത്യയിലെ പശുത്തൊഴുത്തിൽ നിന്ന് വരുന്ന പ്രത്യയശാസ്ത്രത്തെ, ആ പശുത്തൊഴുത്തിലെ പ്രത്യയശാസ്ത്രത്തെ അതിൻ്റെ ഹൃദയഭൂമിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുന്നേറ്റം ഇന്ത്യൻ ജനാധിപത്യം നടത്തിയത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളാരും UP-യിൽ ഇത്തരമൊരു വിജയം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മറ്റ് ഭാഗങ്ങളിലാണ് നമ്മൾ ഒരു സംഘപരിവാറിനെതിരെയുള്ള BJP-ക്കെതിരെയുള്ള വിജയം പ്രതീക്ഷിച്ചതെങ്കിലും UP-യിൽ പശുത്തൊഴുത്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഹൃദയഭൂമിയിൽ വെച്ച് അവരെ തകർക്കുക എന്ന് പറയുന്നത്, അവരുടെ പത്മവ്യൂഹത്തിലേക്ക് കടന്നു കയറാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ അനുഭവവേദ്യമായ ഉദാഹരണമാണ്. ലക്ഷങ്ങളാണ് കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടുന്നവർ, നുഴഞ്ഞുകയറ്റക്കാർ എന്നിങ്ങനെ. ഇപ്പോൾ നമ്മുടെ ഗുജറാത്ത് കലാപത്തിലൊക്കെ അഭയാർത്ഥി ക്യാമ്പുകൾ സന്താനോത്പാദന കേന്ദ്രമാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ആ പറഞ്ഞ മനുഷ്യർ, ലക്ഷക്കണക്കിന് ജനങ്ങൾ നേരെ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യരുത്, അത് ചെയ്താൽ മഹാപാപമാണ്, അത് നിങ്ങൾ രാമനെതിരെയുള്ള വോട്ടാണ്, അത് പാകിസ്ഥാൻ അനുകൂല വോട്ടാണ് എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് പേർ SP-യുടെ പ്രതിനിധികളായി നിന്ന മുസ്ലിം കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുവരെ വോട്ട് ചെയ്യാതിരുന്ന ലക്ഷക്കണക്കിന് പേർ, മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് പേർ മുസ്ലിം പ്രതിനിധികൾക്ക് അവിടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ നിന്നവരെ വളരെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു എന്നുള്ളതാണ്. അവരുടെ വോട്ടാണ് ജനാധിപത്യം വീണ്ടെടുത്ത വോട്ട്. അവിടെ പറഞ്ഞത് 80%വും 20%വും തമ്മിലുള്ള പോരാട്ടമാണ്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമാണ്. അങ്ങനെ അവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാവുന്ന എല്ലാ വെറുപ്പുകളും അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മന്ദിർ എന്ന് പറയുന്ന വാക്ക് തന്നെ, മോദി എന്ന് പറയുന്ന വാക്ക് തന്നെ അയാൾ 758 തവണയാണ് 15 ദിവസം പറഞ്ഞത്. മോദി 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 എന്ന്. ഏകദേശം മന്ദിർ എന്ന് അയാൾ 421 തവണയാണ് പറഞ്ഞത്. മന്ദിർ 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 എന്ന് UP-യിൽ 15 ദിവസത്തെ പലതരം പ്രചരണങ്ങളിലാണ്. അതുപോലെ മുസ്ലിം പാകിസ്ഥാൻ എന്ന് 242 തവണ അയാൾ ഈ 15 ദിവസത്തെ പ്രചരണത്തിനിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് എന്ന് 231 തവണയും, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഒന്നിനും കൊള്ളാത്തവർ എന്ന രീതിയിൽ ഏകദേശം 268 തവണ ഇയാൾ എണ്ണി നമ്മൾ നോക്കിയാൽ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യ മുന്നണി
ഒന്നിനും കൊള്ളില്ല, അവർക്ക് ഇത്രയും വലിയ രാജ്യം ഭരിക്കാൻ കഴിയില്ല, അവർ ഒരു പഞ്ചായത്ത് ഞാൻ കൊടുക്കാം, അവർക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഇവിടെ എന്ത് മാർഗമാണ് നമ്മുടെ ജനാധിപത്യം ഇതിനെതിരെ പോരാടിയവർ കൊണ്ടു നടന്നത് എന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് രാഹുൽ അതിവിദഗ്ധമായി രാഷ്ട്രീയം ഹോംവർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്നാണ്. ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്ത ഒരു സമരപ്രക്രിയയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത് ഇവിടെ ഈ ഒരു നിർണായക വിജയത്തിന് വേണ്ടി. അതെന്തെന്നാൽ വാർ ഓഫ് ദ സിറ്റുവേഷൻ. 3 തരത്തിലാണ് ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത്. വാർ ഓഫ് ദ സിറ്റുവേഷൻ, വാർ ഓഫ് മെനുവർ, ആൻഡ് നമ്മൾ ഏതൊരു ഫാസിസത്തിനെയും എതിരെ പോരാടുമ്പോൾ വാർ ഓഫ് ദ സിറ്റുവേഷൻ, വാർ ഓഫ് ദ മെനുവർ ആൻഡ് ദ ഗറില്ല വാർ. അങ്ങനെ 3 സംഗതികളാണ് നമുക്ക് ആവശ്യം വരിക. നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ പോരാട്ടം സെറ്റ് ചെയ്യുന്നു. മറ്റൊന്ന് പലതരം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് രഹസ്യമായി സെറ്റ് ചെയ്യുന്ന ഒരു യുദ്ധമുന്നണി. പിന്നെ നമുക്ക് ഗറില്ല വാർ വേണമെങ്കിൽ ഗറില്ല പോരാട്ടം. ഇതായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി ചെയ്തത്. ഇതിൽ വാർ ഓഫ് ദ സിറ്റുവേഷൻ എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ബുദ്ധിജീവികൾ, രാഹുൽ ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസ് അയാളെ ഞാൻ വിളിക്കുകയാണ് ഇപ്പോൾ, അയാൾ ചെയ്തത്. എന്താ ഈ വാർ ഓഫ് ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ഇയാൾ പറഞ്ഞത് നിങ്ങൾക്ക് കഴിവില്ല, ഇന്ത്യ മുന്നണിക്ക് കഴിവില്ല, ഇന്ത്യ മുന്നണി പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് കഴിവില്ല, അവർ പിന്നോക്കക്കാരാണ്, അവർക്ക് വിദ്യാഭ്യാസമില്ല, അയാൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നാലാംകിട മനുഷ്യരെയാണ്, പഞ്ചായത്ത് ഭരിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അടിമത്വമാണ്. അതാണ് ഗാന്ധി ചെയ്തത്. ഞങ്ങൾ ഭയങ്കര ശക്തരാണ്, നിങ്ങൾക്ക് കഴിവില്ല, ദുർബലരാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബലം പിടിച്ച് ഞാൻ ശക്തനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിമയായി തീരുകയാണ്. പകരം നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ശരിയല്ല എന്ന് പറയാണ് ബ്രിട്ടീഷുകാരോട് ചെയ്തത്. ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇതൊക്കെ ദരിദ്രരായ ഒരു സ്ഥലമാണ്, ഈ ദരിദ്രരായ സ്ഥലം ഞങ്ങൾ വേണം ഭരിക്കാൻ, വൈറ്റ് കോളർ ബർഡൻ എന്ന് പറയുന്നത്, ഞങ്ങൾ വേണം ദരിദ്രരേക്ക് ഭരിക്കാൻ, ഞങ്ങൾക്ക് ഇതിന് കഴിയൂ എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞപ്പോൾ അതോ കൊളോണിയൽ തത്വമാണ് ഈ സംഘപരിവാർ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് കഴിയൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കഴിയും എന്നല്ല ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ പാശ്ചാത്യ സംസ്കാരം തന്നെ കുഴപ്പമാണ്, നിങ്ങൾ മൊത്തത്തിൽ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞു, നിങ്ങൾ അപകടകാരികളാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗാന്ധിയെ ലണ്ടനിൽ ചെന്നപ്പോൾ ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാർ സ്വീകരിക്കാൻ നിന്നിരുന്നത്. സ്ത്രീകൾ കുട്ടികളടക്കം കാണാൻ വരുമായിരുന്നു. കാരണം അയാൾ ഒരിക്കലും പറഞ്ഞില്ല ഇന്ത്യ മഹത്തായ ഒരു സംഭവമാണ്, ഞങ്ങളുടെ GDP അങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് മുഗൾ രാജവംശത്തിലുള്ള ലോകത്തിലെ ഏറ്റവും രാജ്യം, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ച മെത്തഡോളജി. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അപകടകരമാണ്, നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ക്രൂരനും നീചനും ഭീകരനുമാണ്, നിങ്ങൾ മൃഗസ്വഭാവക്കാരനാണ്, നിങ്ങൾ മനുഷ്യത്വമില്ലാത്തവനാണ്. ഇതിലാണ് യഥാർത്ഥത്തിൽ ഇയാൾ പതറിയത്. ഈ യുദ്ധരീതിയിലാണ് നാം ഇത്രയെങ്കിലും ഒരു തലത്തിലേക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അതേസമയം എന്തുകൊണ്ട് അത് നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ട് കർണാടകത്തിലും മറ്റും നടന്നില്ല എന്ന്. അതിൽ ചരിത്രപരമായ പ്രശ്നം എന്താണെന്നാൽ അവിടെ അവർ പ്രചരിപ്പിച്ചത് ടിപ്പു സുൽത്താനും സവർക്കറും തമ്മിലുള്ള യുദ്ധമാണ് എന്നാണ്. പക്ഷേ ഈ ഒരു പ്രചരണ രീതിക്ക് രാഹുൽ ഗാന്ധിക്കോ സംഘത്തിനോ അത്രമേൽ അവിടെ പ്രതിഫലിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹം വേണ്ടത്ര അവിടെ പ്രവർത്തിക്കുക. ഒരു വ്യക്തിക്ക് ഇത് ഒരു ചില പരിമിതികളുണ്ട്. അങ്ങനെ അത് അവരുടെ ഇൻസ്ട്രുമെന്റിന്റെ പരിമിതി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇവർ ദുർബലമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെയും ആ മുന്നണിയെയും ഇന്ത്യ മുന്നണിയെയും അങ്ങേയറ്റം ദുർബലമാക്കി കഴിഞ്ഞു. അവർക്ക് നിലനിൽക്കാൻ പറ്റാതെ അവരുടെ ഫണ്ട് ബ്ലോക്ക് ചെയ്ത് ആ ഫണ്ട് ബ്ലോക്ക് ചെയ്തില്ലായിരുന്നുവെങ്കിൽ തന്നെ കർണാടകത്തിൽ ഇങ്ങനെയല്ല സംഭവിക്കുക. അപ്പം വ്യാപകമായി അവിടെ ടിപ്പു സുൽത്താനും ഈ സവർക്കറുമാണ് അവിടെ നടക്കുന്നത് എന്ന് മാത്രമല്ല, ഈ പ്രശ്നങ്ങൾക്കിടയിൽ ബോയിൽഡ് എഗ് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അവരാണ്. എ റോ ഓവർ ബോയിൽഡ് എഗ്, അതായത് പുഴുങ്ങിയ മുട്ടയുടെ പ്രശ്നം. ഒരു സ്കൂളിൽ പുഴുങ്ങിയ മുട്ട കൊടുത്തു എന്ന പേരിൽ അവിടുത്തെ കുട്ടികൾ ധാരാളം പഠിക്കാൻ വരാറില്ല. ഗുൽബർഗ ഭാഗങ്ങളിലൊന്നും കർണാടകത്തിൽ ബിദറിലൊന്നും കുട്ടികൾ പഠിക്കാൻ വരാറില്ല. അങ്ങനെ പുഴുങ്ങിയ മുട്ട കൊടുത്തു കുട്ടികൾ വരാൻ വേണ്ടി സീതാരാമയ്യയുടെ സർക്കാർ. അപ്പോൾ ഈ പുഴുങ്ങിയ മുട്ട കൊടുത്തോട് കൂടിയിട്ട് കുട്ടികൾ ധാരാളം വരുന്നു, രക്ഷിതാക്കളെ പരിചയപ്പെടുന്നു. അവസാനം അത് ഈ ഗവൺമെന്റിന് ഒരു അനുകൂലമാവുമെന്ന് കണ്ടപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ മുട്ട വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ഇഷ്യൂ അവിടെ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി വൈദേശികമായ മുസ്ലിം ഭക്ഷണം ഇവിടെ കൊണ്ടുവരികയാണ്, മുസ്ലിം ഭക്ഷണം മെനു ആക്കും ഇനി അടുത്തത്, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പോലും പറ്റില്ല, അതുകൊണ്ട് മുട്ട വെജിറ്റേറിയൻ ആണോ നോൺ വെജ്. ഹിന്ദുവിലെ ഏറ്റവും വലിയ ഒരു റിപ്പോർട്ടായിട്ട് വന്ന റോ ഓവർ ബോയിൽഡ് എഗ്,
അത് വലിയ പ്രശ്നമാണ് അവിടെ ഉണ്ടാക്കിയത്. അതിൻ്റെ പേരിൽ ആ മുട്ട സ്കൂളിൽ നിരോധിക്കുകയും കുട്ടികൾക്ക് മുട്ട കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന രീതി, അവിടെ നിന്ന് പലതരത്തിലുള്ള ഈ ഹെയ്റ്റ് പ്രചരണങ്ങൾ അവർ വ്യാപകമായി കർണാടകത്തിൽ നടത്തിയെന്ന്. എന്നാൽ ഇതിനെ നേരിടാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു മെത്തഡോളജി അതവിടെ പ്രയോഗിക്കാൻ കഴിയാതിരുന്നത് ഇന്ത്യ മുന്നണിയുടെ സാമ്പത്തികമായും മൊത്തം അവർ നേരിട്ട വലിയ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇയാളെ, ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യനെ 2 കൊല്ലം ജയിലിലിടാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. സെഷൻസ് കോടതി, ഹൈക്കോടതി വരെ അയാളുടെ ജയിൽ ശിക്ഷ ശരിവെച്ചു. സുപ്രീം കോടതിയിൽ നിന്ന് മാത്രമാണ് അയാൾ വിമോചിതനായത്. അല്ലെങ്കിൽ അയാൾ ഇന്ന് ജയിലിലായിരിക്കും. ഒരുപക്ഷെ നമ്മളുടെ ഈ വിജയം തന്നെ മറ്റൊരർത്ഥത്തിൽ വായിക്കേണ്ടി വരും. കാരണം ഇപ്പം നമുക്ക് കെജ്രിവാളിനെ അകത്തിട്ടിട്ട് എന്താ ഉണ്ടായെന്നറിയാം. അവിടെ പൂർണേഷ് മോദി എന്ന് പറയുന്ന ഒരുത്തനെ ഉപയോഗിച്ചിട്ട് കേസ് കൊടുത്ത് അയാളെ ജയിലിലിടാൻ കൊടുത്തു. അങ്ങനെ നമ്മൾക്കൊന്നും മാധ്യമങ്ങളിൽ വായിക്കാനാവാത്ത അത്രയും വലിയ സമ്മർദ്ദങ്ങൾ യുപിയിലും മറ്റ് സ്ഥലങ്ങളിലും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ കേരളത്തിൽ കാണുന്ന രീതിയായിരുന്നില്ല അവിടുത്തെ പ്രചരണങ്ങളൊക്കെ. അവിടെ മറ്റേ യുപിയിലൊക്കെ പോയ പല ആളുകളും എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവിടെ പ്രചരണത്തിന് പോലും സംഘർഷങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വിഭവങ്ങൾ കട്ട് ചെയ്യുക, പ്രാദേശിക ഗവൺമെൻറ്റുകളെ ഉപയോഗിച്ച് നമ്മളെ ആക്ടിവിറ്റീസ് തടയുക, ലൈസൻസ് കൊടുക്കുക. ഇപ്പം ഞങ്ങൾക്ക് തന്നെ തൃശ്ശൂർ പ്രചരണത്തിന് വണ്ടിക്ക് മറ്റേ ലൈസൻസ് തരാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായി, വൈകിച്ചു. ഇതുപോലെയുള്ള പ്രതിസന്ധികൾ എല്ലാം മൊത്തത്തിൽ ഒരു അക്ഷരാർത്ഥത്തിൽ ഫാസിസ്റ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയാവുന്ന രീതിയിലാണ് നോർത്ത് ഇന്ത്യയിൽ നടന്നത്. അതുകൊണ്ടാണ് കർണാടകത്തിൽ ഇത് സംഭവിക്കാതിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കന്യാകുമാരിയിൽ കാഷായ വസ്ത്രം ധരിച്ച് ഒരു മനുഷ്യൻ ധ്യാനത്തിലിരിക്കുമ്പോൾ 10 മിനിറ്റെങ്കിലും നമ്മൾ കേൾക്കുകയാണ് അജയ് റായ് അവിടെ 10,000 വോട്ടിന് നരേന്ദ്രമോദി പിന്നിൽ എന്ന്. ഇയാൾ ധ്യാനിച്ചവിടെ ഇരിക്കുമ്പോൾ നമ്മൾ 10 മിനിറ്റെങ്കിലും കേൾക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നരേന്ദ്രമോദി 10,000 വോട്ടിന് പുറകിൽ എന്ന്. അതായത് 4 ലക്ഷത്തി, കൃത്യമായി പറഞ്ഞാൽ 4.9 ലക്ഷവും 1.52 ലക്ഷവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കണം. ഈ 3 ലക്ഷം വോട്ടുകൾ ഇയാളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വാരാണസി ടോക്കിയോ ആക്കാന്നാണ് പറഞ്ഞത്, അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വോട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ഏകാധിപതിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറക്കാനാവാത്ത വലിയ പ്രഹരം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വിജയം 116ാമത്തെ സ്ഥാനം മാത്രമാണ് ഇയാൾക്കുള്ളത് എന്ന് നമ്മൾ കണക്കാക്കണം. അതായത് 18ഓളം മന്ത്രിമാർ ഇയാളുടെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ള, ഇപ്പം ഈ ഭരിക്കുന്ന പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നവരൊന്നുമല്ല ഇയാളുടെ യഥാർത്ഥത്തിലുള്ള അടിമ വിഭാഗം. ഈ അടിമ വിഭാഗത്തിൽ 18ഓളം ആളുകൾ പരാജയപ്പെട്ടു, 18ഓളം മന്ത്രിമാർ പരാജയപ്പെട്ടു. സത്യത്തിൽ ഇയാൾ ഇന്നത് അയാളുടെ എന്താ പറയുക, വെൻഡേറ്റ, അയാളുടെ പ്രതികാരം നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ 18 പേരും ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇയാൾ 116ാമത്തെ സ്ഥാനമാണ് ഇപ്പോൾ ഇയാൾക്കുള്ളത്. അതായത് ഭൂരിപക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ അവരുടെ BJPയെ ഓരോ കാൻഡിഡേറ്റിനും കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ വെറും 116ാമത്തെ സ്ഥാനമാണ് പ്രധാനമന്ത്രിക്കുള്ളത്. പക്ഷെ അത് BJP ഗവൺമെൻറ് എന്ന ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംവിധാനമായതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്തി അടുത്ത ആൾ പുറത്തേക്ക് വരും. എന്തിനാ പറയണം, നമ്മൾക്ക് കിഷോർ ലാലിനെ, നമ്മുടെ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തി കിഷോർ ലാലിന്റെ ഭൂരിപക്ഷം പോലും അയാൾക്കില്ല. നമ്മുടെ അഖിലേഷ് യാദവിന്റെ ഭൂരിപക്ഷം അയാൾക്കില്ല. കോൺഗ്രസിൽ ജയിച്ച മറ്റ് പലരുടെയും ഭൂരിപക്ഷം അയാൾക്കില്ല. ഒരു സാധാരണ പോയി ജയിച്ച ഭൂരിപക്ഷം പോലും അയാൾക്കില്ല. ഇതാണ് സ്ഥിതി. നിങ്ങൾ ഇത്രയും പ്രധാനമന്ത്രിയായിട്ട് എൻ്റെ ഭൂരിപക്ഷം പോലും ഇല്ലല്ലോ എന്ന് 10 വോട്ടും കൂടി കിട്ടി സുരേഷ് ഗോപി ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇയാൾ അധപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഈ ഏകാധിപത്യത്തിൻ്റെ സ്വഭാവത്തെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇയാൾ നിലനിൽക്കുന്നത് ഇയാളുടെ രക്ഷാകർത്താവ്, താനാണ് രക്ഷാകർത്താവ്, തൻ്റെ ഔദാര്യമാണ് ഈ രാജ്യം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ, ജനങ്ങളുടെ അവകാശമായിരുന്നില്ല ഇയാളുടെ. ഒരു ഔദാര്യത്തിൻ്റെ രാഷ്ട്രീയം. നിങ്ങളെല്ലാവരും ഞാൻ തരുന്ന ഔദാര്യങ്ങൾ, ഇതൊരു കൃഷ്ണകുചേല സങ്കല്പമാണ്. അതായത് ദരിദ്രനായ കൃഷ്ണനെ കാണാൻ വരുന്ന ആളുകളെ പോലെ ഒരു പ്രജയായി വരിക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിന്ന് ആദ്യത്തെ സംരക്ഷണം ലഭിച്ചത് അത് താൽക്കാലികമായിട്ടാണെങ്കിലും ഇയാൾ ഭൂരിപക്ഷത്തോടുകൂടി വരികയാണെങ്കിൽ ഇന്ത്യൻ മുസ്ലിം ഒരു നെക്രോപൊളിറ്റിക്കൽ സിറ്റീസണായി മാറുമായിരുന്നു എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം ഒരു പ്രജകൾക്കും
എന്താ ഒരു പ്രജാപദവിയിലേക്ക് ഒരു പൗരനിൽ നിന്നും ഒരു അഭയാർത്ഥിക്കും ഇടയിലെ ഒരു പൗരനും അഭയാർത്ഥിക്കും ഇടയിലെ പ്രജാപദവിയിലേക്ക് മാറുന്ന ഒരു നെക്രോപൊളിറ്റിക്കൽ സിറ്റിസണായി ഇയാൾ ഈ ഇന്ത്യൻ മുസ്ലിമിനെ മാറ്റുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 72 മന്ത്രിസഭ, 61 BJPയുടെയും 11 പുറത്തുള്ളവരും, NDAയും 11 പുറത്തുള്ളവരും ഉൾപ്പെടെ 72 മന്ത്രിസഭയിൽ ഒരു മുസ്ലിം പോലും ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷം, നമ്മൾ അങ്ങനെയാണ് അതിന് പറയേണ്ടത്, ഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷത്തിലെ ഒരു മുസ്ലിം പോലും 10 വർഷമായി ആ മന്ത്രിസഭയിലില്ല. കഴിഞ്ഞ പുതുതായി വന്ന ഒരു പഠനമനുസരിച്ച് കഴിഞ്ഞ 60 കൊല്ലമായി ആ പടിയായി മുസ്ലിം റെപ്രസെൻറ്റേഷൻ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഇന്ത്യൻ പീപ്പിൾ ഹൗസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പീപ്പിൾ ഹൗസ്, അതായത് ജനങ്ങളുടെ ലോക്സഭയിൽ ഇല്ല എന്നുള്ളതാണ്. 19% ഉണ്ടായിരുന്നതിൽ നിന്ന് ഇന്ന് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി പോലും 15%-മായി കുറഞ്ഞു. 14% ഉണ്ടായിരുന്ന ആസാമിൽ നിന്നുള്ള പ്രതികൾ നേർപകുതിയായി 7%-മായി എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷത്തിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയും നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ നാം മനസ്സിലാക്കേണ്ടത്. കാരണം ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇപ്പോൾ മലപ്പുറത്ത് ഒരു അബ്ദുൽ സലാം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ പേര്, അങ്ങനെ ഒരാൾ മാത്രമാണ് NDAയുടെ പേരിൽ തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ മുഴുവൻ നിന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുരുതരാവസ്ഥ. അപ്പോൾ അവർ തന്നെയാണ് ഇന്ന് അധികാരത്തിൽ കയറിയിട്ടുള്ളത്. എങ്കിലും ഈ സവർണ ത്രൈവർണികത എന്ന് നമ്മൾ പറയുന്ന ഈ 3 വർണ്ണത്തിൻ്റെ ആധിപത്യത്തിൻ്റെ പൂർണ്ണമായ ആധിപത്യത്തെ നാം ഇന്ത്യൻ ജനാധിപത്യം തൽക്കാലത്തേക്ക് അടക്കി വച്ചിരിക്കുന്നു എന്നുള്ളത് സംശയരഹിതമായ പ്രതീക്ഷ തന്നെയാണ്. ഒപ്പം ഇപ്പോൾ ഗുജറാത്തിലെ ബനാസ്കന്ത്, അവിടെ ഒന്നും നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ബനാസ്കന്തൊക്കെ. അതൊക്കെ കോൺഗ്രസ് പിടിച്ചത്, ഒരു സീറ്റെങ്കിലും പിടിച്ചത് അത്ര ചെറിയ കാര്യമല്ല. അതൊക്കെ അവരെ വളരെ വിഭ്രാന്തരാക്കിയിട്ടുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പ്രതലത്തെ സ്ഥാനഭ്രഷ്ടമാക്കാൻ ഈ ജനാധിപത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് തർക്കരഹിതമായി പറയാൻ കഴിയും. നമ്മൾ ഹിന്ദുത്വം നഷ്ടപ്പെട്ടു എന്നല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നമുക്ക് സ്ഥാനഭ്രഷ്ടമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹിന്ദുത്വം എന്ന അതിൻ്റെ ആഴത്തിലുള്ള പ്രത്യയശാസ്ത്ര അടിത്തറയെ നമുക്ക് കാര്യമായി ക്ഷതമേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും മോദി പരാജയപ്പെടുന്ന ഫാക്ടറുകൾ ഉണ്ടായിരുന്നു. അത് 30%-30ഓളം മണ്ഡലങ്ങളിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് 500-ൽ താഴെ മാത്രം മെജോറിറ്റിയാണ്, ഭൂരിപക്ഷമാണ്. 30 മണ്ഡലത്തിൽ 500-ൽ താഴെ, 100 മണ്ഡലത്തിൽ 1000-ൽ താഴെ. എന്നാൽ അവിടുത്തെ 2 ഡസനോളം മണ്ഡലങ്ങളിൽ EVM-ൽ രേഖപ്പെടുത്തിയ വോട്ടും മൊത്തത്തിൽ എണ്ണിയ വോട്ടും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ആവശ്യപ്പെടാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ മണ്ഡലത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. 30ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് 500-ൽ താഴെ മാത്രമാണ് ഭൂരിപക്ഷം. നമ്മൾ മനസ്സിലാക്കണം, 500-ൽ താഴെ മാത്രം ഭൂരിപക്ഷം. അതുപോലെ 100ഓളം മണ്ഡലങ്ങളിൽ 1000-ൽ താഴെ മാത്രമാണ് ഭൂരിപക്ഷം. അവിടെയാണ് ഈ EVM വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള അന്വേഷണം, അതായത് ഇവർ പരാജയപ്പെടാനുള്ള പല ഘട്ടങ്ങളും സാധ്യതകളും ഉണ്ടായിരുന്നു. ഒന്ന്, ഇത്തരത്തിൽ ഒരു 2 ഡസനോളം സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക്. മറ്റൊന്ന്, റിസോഴ്സസ് ഇല്ലായ്മ. സത്യത്തിൽ നിശ്ചലതയായിരുന്നു അവരുടെ കയ്യിൽ. പിന്നെ ഉള്ള ഇന്ത്യൻ കോൺഗ്രസ്സിന് തെറ്റുപറ്റത് മീ ടു ഹിന്ദു, അത് ഇത്തവണ അവർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട. അതാണ് മീ ടു ഹിന്ദു. ഇതാണ് ഇതുവരെ കോൺഗ്രസ് പ്രയോഗിച്ചിരുന്നത്. അവർക്ക് പറ്റിയ അബദ്ധവും അതാണ്. ഞങ്ങളും ഹിന്ദുക്കളാണ്, നിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കൾ, മോദി ഹിന്ദുവിൻ്റെ അതോറിറ്റി ആവണ്ട എന്ന് പറഞ്ഞ് മോദിയായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. കാരണം മോദിയുടെ ഹിന്ദുവിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഈ ഹിന്ദുത്വം കോൺഗ്രസ്, ഇന്ത്യ മുന്നണി ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. സനാതന ധർമ്മത്തെ തമിഴ്നാടിൻ്റെ ഒരറ്റത്ത് നിന്ന് ചീട്ടുകൊട്ടാരം വീഴുന്ന പോലെ തകർത്തപ്പോൾ ഈ അറ്റത്ത് രാഹുൽ ഗാന്ധിക്ക് അത് ഏറ്റെടുക്കേണ്ടി വന്നു. അത് അയാൾ വളരെ പൊളിറ്റിക്കലി പഠിച്ചിട്ട് തന്നെയാണ് മീ ടു ഹിന്ദു എന്ന ഒരു കാര്യം പോലും അയാൾ പറഞ്ഞില്ല. മറ്റത് ഇത് പറഞ്ഞിരുന്നു. മഴയ സമയത്ത് എന്തായിരുന്നു 2019 ഇലക്ഷനിലൊക്കെ 10-20 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ രാഹുൽ ഗാന്ധി സഞ്ചരിക്കുക, അവിടെ മുഴുവൻ പോയിട്ട് അവിടെ കിടന്ന് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ തലയിലൊക്കെ പൂജാരി കൊടുക്കണമൊക്കെ എടുത്ത് വീശി പൂശി മാലയിട്ടിട്ട്, അതുപോലെ സോണിയ
രാഹുൽ ഗാന്ധിയുടെ സഹോദരി അതേ പ്രക്രിയയിലൂടെ പ്രത്യക്ഷപ്പെടുക. അങ്ങനെ ഈ നിരന്തരം പ്രത്യക്ഷപ്പെട്ടിരുന്ന കാളികൂളി വേഷങ്ങളൊക്കെ ധരിച്ച് മീ ടു ഹിന്ദു എന്ന ഒരു സ്ലോഗൻ ഇത്തവണ വേണ്ടെന്ന് വെച്ചു. അതിൻ്റെ വിജയമാണ്. ഇവിടെ ഹിന്ദുത്വം സംസാരിക്കണ്ട എന്ന് ഇന്ത്യ മുന്നണി തീരുമാനിച്ചു. ഇവിടെ സംസാരിക്കേണ്ടത് നിങ്ങൾ പ്രബലനല്ല, നിങ്ങൾ ബയോളജിക്കലി ഭയങ്കര സംഭവമാണ് എന്ന് പറയും. നിങ്ങൾ സംഭവമേ അല്ല. നിങ്ങളുടെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ഇന്നതാണ്. അദാനിയാണ്. പട്ടിണി എടുക്കുന്ന രാജ്യത്ത് അദാനി വളർന്നതാണ് നിങ്ങൾ നേട്ടങ്ങൾ. അങ്ങനെ ഓരോന്നും എണ്ണിപ്പറഞ്ഞ് മീ ടു ഹിന്ദു എന്ന്, ഞാനും ഹിന്ദുവാണ് എന്ന് പറയാതിരുന്നതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു വാക്കിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് ഇന്ത്യ മുന്നണിയിലെ ഇൻ്റലക്ച്വൽസ് തീരുമാനിച്ചത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മനോജ് പാട്ടീൽ ഈ മുംബൈ മാർച്ച് നടത്തി 20 ലക്ഷം പേരെ സംഘടിപ്പിച്ചിട്ടാണ് മനോജ് പാട്ടീൽ മുംബൈ മാർച്ച് സംഘടിപ്പിച്ചത്. അതൊന്നും കാര്യമായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ മഹാരാഷ്ട്രയിൽ അതിൻ്റെയൊക്കെ വലിയ ചലനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. നമുക്കറിയാം ഈ BSPയുടെയും അല്ലെങ്കിൽ പ്രകാശ് അംബേദ്കറിൻ്റെയും നിലപാടുകൾ കൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യ നമ്മൾ ഭരിക്കാത്തത്. ജനാധിപത്യ വിശ്വാസികൾക്ക് ഇന്ത്യ നഷ്ടപ്പെട്ടത് ഈ മായാവതിയുടെയും പ്രകാശ് അംബേദ്കറിൻ്റെയും നിലപാട് കൊണ്ട് മാത്രമാണ്. കാരണം ഏകദേശം NDA സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ അത്ര തന്നെ വോട്ടുകൾ BSPക്ക് ലഭിക്കുകയുണ്ടായി. അവരെല്ലാ സ്ഥലത്തും പരാജയപ്പെട്ടു. പ്രകാശ് അംബേദ്കർ പാടെ പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ പാടെ തകർത്തെറിഞ്ഞു അയാളെ. പക്ഷേ എന്നിരുന്നാലും ഈ സീറ്റ് വിഭജനത്തിൻ്റെ പേരിൽ ഇല്ലാത്ത പാർട്ടിക്ക്, ഒരു ചെറു പാർട്ടിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചതിൻ്റെ ഭാഗമായി മാത്രമല്ല, അവർ കൃത്യമായി സംഘപരിവാറുമായി ഒത്തുചേർന്ന് അതിൻ്റെ വിഭവങ്ങൾ സ്വീകരിക്കാൻ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വിവരങ്ങളും ഒക്കെ അറിയപ്പെടുന്നുണ്ട് അത്രേ. എന്തായാലും BSPയുടെയും ഈ പ്രകാശ് അംബേദ്കറിൻ്റെയും വോട്ടുകൾ വളരെ നിർണായകമായിരുന്നു. അതുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം ഭരിക്കുക ഈ 80% വരുന്ന സമൂഹമായിരിക്കും. ഈ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഈ 80%. ന്യൂനപക്ഷങ്ങളും ദളിതരും പിന്നോക്കക്കാരും OBCയും ഉൾപ്പെട്ട ഒരു സംവിധാനമാണ്. അത് അവരുടെ കൃത്യമായി അവരിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയം സ്വാംശീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിനുണ്ടായ തകർച്ച. ആ തിരിച്ചറിവാണ് ഇന്ന് കോൺഗ്രസ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ രൂപീകരിക്കപ്പെട്ടതും. പക്ഷെ നമ്മൾ എന്നും ഇവർ ദുർബലമാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഈ ഒരു ഇൻ്റലക്ച്വൽ അപ്രോച്ച് തീർച്ചയായിട്ടും ഈ പറയുന്ന മായാവതിയുടെയും അല്ലെങ്കിൽ പ്രകാശ് അംബേദ്കറിൻ്റെയും ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നമുക്കറിയാം 1998 NDA രൂപീകരിച്ചത്. ഈ കഴിഞ്ഞ 2023 ഗോൾഡൻ ജൂബിലിയാണ്. ഇയാൾ ആഘോഷിച്ചില്ല. അന്ന് രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് വാജ്പേയി, ജോർജ് ഫെർണാണ്ടസ്, പിന്നെ അദ്വാനി, ജയലളിത. ഈ 4 പേരാണ് ഈ NDA ഉണ്ടാക്കിയത്. ആ NDA ഉണ്ടാക്കിയിട്ട് ഈ 2023 25-ാം വർഷം ഇയാൾ ആഘോഷിച്ചില്ല ഗോൾഡൻ ജൂബിലി. കാരണം NDA അയാൾക്ക് വേണ്ട, അയാൾക്കൊരു പ്രശ്നമല്ല. അയാൾ ഇത്തവണ വിജയം പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച അയാളുടെ ബാക്ക്ഡ്രോപ്പ് നരേന്ദ്രമോദി അവിടെ BJP ആയിരുന്നില്ല, NDA ആയിരുന്നു ഇത്തവണ. പക്ഷേ 2019 വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കൂ, 2014 വീഡിയോ നോക്കൂ, അവിടെ ഇയാളുടെ ഭയാനകമായ ഫോട്ടോ അപ്പുറത്ത് BJP എന്ന് കണ്ടിരുന്നത്. NDA അയാൾക്ക് പ്രശ്നമായിരുന്നില്ല. അതായത് അയാൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല. അയാൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഇങ്ങനെ ജനാധിപത്യം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ഭീകരത. അപ്പോൾ ഈ NDA നിഷ്പ്രഭമാക്കാമെന്ന് കരുതിയതിൽ തന്നെ അയാൾ ആന്തരികമായി തകർന്ന് പൊട്ടി എന്നുള്ളതാണ്. അപ്പം മാത്രമല്ല, മാധ്യമങ്ങൾ, ഉരുക്കു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ബലൂൺ പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് അയാൾ. ഇപ്പം മാധ്യമങ്ങൾ ആരും പറയുന്നില്ല. മാധ്യമങ്ങളൊക്കെ പെയ്ഡ് മാധ്യമങ്ങൾ പോലും അല്ലെങ്കിൽ നിശബ്ദരായിരുന്ന മാധ്യമങ്ങൾ പോലും ഇപ്പോൾ പറയാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇയാൾ ഇനിയിപ്പോൾ ഭാവിയിൽ എന്താണെന്ന് അറിയില്ല. ഇതുവരെ അവരുടെ ഉരുക്കു മനുഷ്യനൊക്കെ പോയിപ്പോൾ ഒരാളും ഇയാളെ എടുത്തിട്ടിട്ട് ഉരുക്കു മനുഷ്യനാണ്, ഭയങ്കര മനുഷ്യനാണ് എന്ന് പറയാനില്ല. മാത്രമല്ല, ലജ്ജാകരമായ കാര്യം, ഞാനൊരു ബയോളജിക്കൽ ബീയിങ് അല്ല, ഞാനൊരു ജീവശാസ്ത്രപരമായ മനുഷ്യനല്ല, ഞാൻ ഒരു മഹാശക്തി എന്നെ നിയോഗിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളാണ്, ലജ്ജയില്ലാത്ത പത്രങ്ങളാണ് നമുക്കുള്ളത്. അത് റിപ്പോർട്ട് ചെയ്യാണ്. ഇയാൾ മണ്ടത്തരം പറഞ്ഞു എന്നല്ല, ഇയാൾ ശാസ്ത്രീയമായി സംസാരിച്ചു എന്നല്ല റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ദരിദ്രമായ പത്രപ്രവർത്തനം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഉരുക്കു മനുഷ്യനെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും സംസാരിച്ചിട്ടില്ല. മറ്റൊന്ന്, 140 MP മാരെയാണ് അയാൾ പുറത്താക്കിയത്. അത് ആലോചിക്കണം.
ഒന്നും രണ്ടുമില്ല, 140 MP-മാരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവരെ പ്രതിനിധീകരിച്ച ജനങ്ങളെയും ജനാധിപത്യത്തെയും പുറത്താക്കുകയാണെന്നർത്ഥം. നമ്മൾ 2, 4, 10 ആളുകളുടെ കഥ മാത്രമാണ് പത്രത്തിൽ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവുക. 140 MP-മാരെ അയാൾ അയോഗ്യരാക്കി പുറത്താക്കി. ജനാധിപത്യത്തെയാണ് ഈ പുറത്താക്കുന്നത്. അത് വോട്ട് ചെയ്ത ഭൂരിപക്ഷത്തിൽ പലരും 100,000-ൽ പരം വോട്ടിന് വിജയിച്ചു വന്നിട്ടുള്ളവരാണ്. അവരെയാണ്, ജനങ്ങളെയാണ് അയാൾ ഈ 140 പുറത്താക്കുന്നത്. ഇനി അങ്ങനെ പുറത്താക്കാൻ അയാൾക്ക് പെട്ടെന്ന് കഴിയില്ല. ഇനി ഒരു 2015 ഓഗസ്റ്റ് 5-ന് കുർത്തയിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്തിട്ട് 370 കാശ്മീരിൽ ഞാൻ റദ്ദാക്കിയെന്ന് പറയാൻ അമിത്ഷായ്ക്ക് കഴിയില്ല. അയാൾ ബുദ്ധിമുട്ടും. മറ്റത് ഓഗസ്റ്റ് 5-ന് 2019 ഓഗസ്റ്റ് 5-ന് 11 AM കാലത്ത് 11 മണിക്ക് വന്നിട്ട് ഈ അളിഞ്ഞ ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് ഒരു കഷ്ണം തുണ്ട് കടലാസ് എടുത്തിട്ട് അയാൾക്ക് പറയണം 370 ഞാൻ മറ്റേ അവരെ സ്വയംപ്രഭ അവകാശമൊന്നും വേണ്ട, അയാൾക്ക് സംസാരിക്കാൻ പോലും അറിയില്ല, അതൊന്നും വേണ്ടാതൊക്കെ ഞാൻ നിർത്തി എന്ന് പറയുന്ന ആ ധാർഷ്ട്യത്തിനേറ്റ വലിയ പ്രഹരമാണിത്. ഇനി അയാൾക്ക് അത് പറയാൻ കഴിയില്ല. ഇനി ഒരു ഓഗസ്റ്റ് 5 അയാൾക്ക് പെട്ടെന്ന് ആഘോഷിക്കാൻ കഴിയില്ല എന്നതാണ് നാം പ്രതീക്ഷിക്കേണ്ടത്, വിശ്വസിക്കേണ്ടതും. മറ്റൊന്ന്, ലോക മുതലാളിത്തവും ഇന്ത്യൻ മുതലാളിത്തവും ഈ സംഘപരിവാറിനെതിരെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് വളരെ സൂക്ഷ്മതലത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇയാൾക്കൊപ്പമുള്ള ത്രൈവർണിക മുതലാളിത്തം എന്ന് നമുക്ക് പറയാം. ഈ പ്രാചീന ബ്രാഹ്മണ മുതലാളിത്തം ഇയാൾക്കൊപ്പം നിന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെയും ലോകത്തിൻ്റെയും മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള മുതലാളിത്തം ഇയാളെ നേരിട്ട് സഹായിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിച്ചിട്ടുണ്ട്. കാരണം ഇയാളുടെ ഒരു സ്വജനപക്ഷ മുതലാളിത്തമായിരുന്നു. മുതലാളിത്തത്തിൻ്റെ ചൂഷണ വ്യവസ്ഥ എങ്ങനെയെന്നുണ്ടെങ്കിൽ മത്സരാധിഷ്ഠിതമായിട്ടാണ് അത് ചൂഷണ വിധേയമാക്കുക മനുഷ്യവംശത്തെ. കാരണം നിങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിച്ച് തകരുക, അതാണ് മുതലാളിത്തം എന്ന് പറഞ്ഞത്. ചൂഷണത്തെ ആ രീതിയിലാണ് അവർക്ക് ഏതെങ്കിലും വിഭാഗീയമായ ചൂഷണം മുതലാളിത്തം അനുവദിക്കാൻ കഴിയില്ല മുതലാളിത്തത്തിന്. പക്ഷേ ഇയാൾ ഒരു സ്വജനപക്ഷ മുതലാളിത്തമാണ് അയാൾ ഉപയോഗിച്ചിരുന്നത്. തൻ്റെ ആളുകൾക്ക് മാത്രം, ഈ ത്രൈവർണികരായ ബ്രാഹ്മണർക്ക് മാത്രം വെക്കുന്ന മുതലാളിത്തം. പക്ഷേ അത് അന്തർദേശീയ തലത്തിൽ മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക ചലനങ്ങൾക്ക്, അത് സംക്രമണങ്ങൾക്ക്, മൂലധന സംക്രമണങ്ങൾക്ക് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇയാൾ അദാനിയിലേക്ക് മാത്രം പോർട്ടുകൾ, ഏകദേശം 25ഓളം എയർപോർട്ടുകൾ, 12 പോർട്ടുകൾ, ഇങ്ങനെ 2 പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ, ഏകദേശം 8450ഓളം കിലോമീറ്റർ വരുന്ന കേബിൾ നെറ്റ്വർക്കുകൾ, ഇങ്ങനെ ഇതെല്ലാം ഇയാൾ അദാനിക്ക് കൊടുത്തതാണ്, വിറ്റതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രക്രിയയെ, ഈ സ്വജനപക്ഷപാത മുതലാളിത്തത്തെ ഇവിടുത്തെ ഇന്ത്യൻ മുതലാളിത്തവും സാർവദേശീയ മുതലാളിത്തവും സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ പ്രഹരം കൂടി അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു നവ പൊതുമണ്ഡലം, നവബുദ്ധിജീവികൾ, നവമാധ്യമങ്ങൾ, ഇതെല്ലാം കൃത്യമായി ഇയാൾക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. ഇയാൾ ഉപയോഗിച്ച പാരമ്പര്യ മാധ്യമ സംവിധാനങ്ങൾ മുഴുവൻ തകരുകയും അയാൾക്കൊപ്പം നിന്നെങ്കിലും നവമാധ്യമങ്ങളുടെ ഒരു വലിയ മുന്നേറ്റം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും വിജയമായി കാണാം നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ. അത് കൃത്യമായ ഒരു ബഹുസ്വരത പ്രവർത്തിച്ചു എന്നുള്ളത്, ഒരു ബഹുസ്വര രാഷ്ട്രീയം, ഓരോ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇനി നമുക്ക് പറയാനുള്ളത്, എന്താണ് ഇയാളിനി ചെയ്യാൻ പോകുന്നത് എന്നാണ്. എന്താണ് മോദി ചെയ്യാൻ പോകുന്നത്? മോദി കീഴടങ്ങില്ല ഒരിക്കലും. ഫാസിസത്തിൻ്റെ ഒരു ഏകാധിപതിയും ചരിത്രത്തിൽ ഇന്ന് വരെ കീഴടങ്ങിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല, ഒരു ഏകാധിപതിയും. അതുകൊണ്ട് ഇയാൾ വെൻഡേറ്റ, അതിപ്രതികാര മനുഷ്യനായി ഇയാൾ വരും. ഇയാൾക്ക് പ്രതികാരം ചെയ്യാതെ ജീവിക്കാനാവാത്ത ഒരു സ്വഭാവവിശേഷമുള്ള ഒരാളാണ്. എല്ലാ ഫാസിസത്തിലേക്കും അങ്ങനത്തെ ആളെ തിരഞ്ഞെടുത്താണ് RSS കൊണ്ടുവരിക. അതുകൊണ്ട് RSSും ഇവരും തമ്മിലുള്ള ചില ഉൾവിഷയങ്ങളുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ കാര്യമായി പരിഗണിക്കുകയേ വേണ്ട. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ കേദാർനാഥ് ഇയാൾ എങ്ങനെയാണ് വരുന്നത്? ഇയാൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ കേദാർനാഥിൽ ഒരു വലിയ ഉത്തരാഖണ്ഡിലൊരു പ്രളയം ഉണ്ടാകുന്നത്. ഈ പ്രളയത്തിൽ 80 ഇന്നോവ കാറിൽ 15,000 പേരെ ഇയാൾ ഒരൊറ്റ ദിവസം ഇവാക്യുവേറ്റ് ചെയ്തു എന്നാണ്
ഇയാളെന്താ റാംബോ പോലെ എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മിത്ത് മേക്കിംഗ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. 15,000 പേരെ 80, നിങ്ങൾ കണക്ക് നോക്കൂ, 15,000 പേരെ 80 ഇനോവയിൽ ഇയാൾ ഒരു ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്യുക. ഏകദേശം 560 മണിക്കൂർ വേണം. ഈ റിമോ അവിടെ കൊണ്ട് വാലൂർക്കുക, ചവിട്ടിപ്പുറത്തേക്ക്, അപ്പം തന്നെ വരിക. ഇങ്ങനെ ട്രിപ്പ് അടിച്ചാൽ പോലും 24 ദിവസം വേണം. 540 മണിക്കൂർ എടുക്കും ഈ കേദാർനാഥിന് താഴ്വരത്തേക്ക് സാധനത്തിനെ കൊണ്ടുവരാൻ. 15,000 പേരെ ഇയാൾ രക്ഷപ്പെടുത്തി. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണ്. മൻമോഹൻ സിംഗ് ഒന്നിന് കഴിവില്ല. ഈ ഗുജറാത്തിലെ മുഖ്യമന്ത്രി റാംബോ അവിടെ ഞങ്ങൾ ഇത്രയും പേരെ സംരക്ഷിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഒരു മിത്ത് മേക്കിങ്ങിലൂടെയാണ് RSS ഇയാളെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഭീകരമായ മിത്ത് മേക്കിംഗ് നാം കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന അത്ര ലളിതമല്ല ഈ ചന്ദ്രബാബു നായിഡു അല്ലെങ്കിൽ നമ്മുടെ ബീഹാറിലെ അവസരവാദിയും ഇതൊന്നും പോരില്ല. കാരണം അയാൾ വേണമെങ്കിൽ നിതീഷിന് ഒരു രാഷ്ട്രപതി സ്ഥാനം കൊടുക്കാം, ഓഫർ ചെയ്യാം. നിതീഷ് അതിൽ അവർക്കൊക്കെ അവരുടെ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട റിസോഴ്സസുകൾ സംരക്ഷിക്കാനും ആ റിസോഴ്സസിൻ്റെ ഭാഗമായി അവർക്ക് വലിയ ഫണ്ട് ശേഖരണവും അവരുടെ സംസ്ഥാന കേന്ദ്രീകൃതമായ പരിപാടികളെ അവർക്കുള്ളൂ. അത് കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവർ ഈ മന്ത്രിസഭയെ തള്ളിക്കളയില്ല, നിലനിൽക്കും. അതേസമയം അവർ വിചാരിക്കുന്ന രീതിയിലല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 17.7% മറ്റേ ഈ ബീഹാറിലെ മുസ്ലിം പോപ്പുലേഷൻ. അതേസമയം 14.4% അവിടുത്തെ യാദവർ. ഈ 17% വോട്ട് മേടിച്ചിട്ടാണ് ഇയാൾ അത്രമേൽ BJPയിൽ ബന്ധമില്ലെങ്കിലും ഒരു പരിധിവരെയെങ്കിലും വോട്ട് അയാൾക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചന്ദ്രശേഖരൻ്റെ കാര്യം പറയുകയേ വേണ്ട. ഈ പ്രതിനിധീകരിച്ചിട്ടാണ് ഇവർ വരുന്നത്. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് ഇയാൾ അനുകൂലമാണ് നിതീഷ്. പക്ഷേ CAA കാര്യത്തിൽ നടക്കില്ല ഒരിക്കലും. അതായിട്ട് ഇനി വരില്ല, തൽക്കാലം വരില്ല. പക്ഷേ ഈ പ്രതികാരദാഹിയായ മനുഷ്യൻ എന്ത് ചെയ്യും എന്ന് പറയാൻ നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ ആ കറക്റ്റ് പോർട്ട്ഫോളിയോ നിലനിൽക്കുന്ന ആഭ്യന്തര വകുപ്പ്, പ്രതിരോധ വകുപ്പ് എന്നിങ്ങനെയുള്ള എല്ലാ പോർട്ട്ഫോളിയോ അതുപോലെ നിലനിർത്തിയത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോ ആരും ചെയ്യില്ല. സാധാരണഗതിയിൽ ഒരു റീഷഫിൾ ചെയ്തിട്ടാണ്. കാരണം ഓൾറെഡി ആരോപണങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ പരാജിതർ, അയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം, പരാജിതർ ജയിച്ചതായി അവകാശപ്പെടുന്നു എന്നാണ് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറഞ്ഞത്. പരാജിതർ ജയിച്ചവരായി അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ശക്തി പ്രകടനം, താൻ ഒരു മഹത്തായ, നേരത്തെ പറഞ്ഞ പോലെ ദൈവം തന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ടുള്ള മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ കലാപരിപാടികൾ ഇയാൾ തുടർന്നും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അത് പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വലിയ ശക്തമായ പ്രതിപക്ഷത്തിൻ്റെയും മുന്നേറ്റത്തോടുകൂടി ഇയാളെ അധികാരഭ്രഷ്ടനാക്കിയാൽ നാം കാണാൻ പോകുന്നത് വലിയ മിത്ത് മേക്കിങ്ങിൻ്റെ ഒരു മനുഷ്യനായിട്ടായിരിക്കും. അയാൾ ചിലപ്പോൾ 100 ദിവസം ഞാൻ പട്ടിണി കിടക്കാൻ പോവാണ്, ഫാസ്റ്റ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് നാടകങ്ങളുണ്ടാക്കി അയാൾ അവിടെ നിന്ന് സുഖമായിട്ട് ചപ്പാത്തിൻ്റെ ആൾ കഴിക്കും, പോലീസുകാരെയൊക്കെ ചുറ്റും നിർത്തും, ആരെയും അങ്ങോട്ട് കടത്തില്ല. അങ്ങനെ ഒരു മിത്ത് മേക്കിംഗ് ദേശീയ തലത്തിൽ തനിക്കെതിരെ വരുന്നത് ഹിന്ദു രാഷ്ട്ര നിർമ്മിക്കെതിരെ വരുന്നതാണ്, തന്നെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് രാമനെ അവസാനിപ്പിക്കുന്ന പോലെയാണ് എന്നൊക്കെയുള്ള ഒരു മിത്ത് മേക്കിംഗ്, വലിയ പ്രചണ്ഡമായ അന്തരീക്ഷമോ ഒരു സാഹചര്യമോ സൃഷ്ടിച്ചുകൊണ്ട് അയാൾ രണ്ടാമതൊരു ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. അയാളെ ആ അർത്ഥത്തിൽ മറ്റൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ അയാൾ അനുവദിക്കില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരിക്കലും ചന്ദ്രബാബു നായിഡും ഇയാളും ഇവരും ഇന്ത്യ മുന്നണി കൂടെ പോകാൻ സാധ്യതയില്ല. വലിയ കാലുമാറ്റക്കാരനാണെങ്കിൽ പോലും ചന്ദ്രബാബു നായിഡു അവിടെ കോംപ്രമൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടുത്തെ സംസ്ഥാനത്തെ രാഷ്ട്രീയമായ രീതിയിലുള്ളതാണ്. അപ്പോൾ ഇവർ പിൻവലിക്കുന്ന ഘട്ടം വന്നാൽ ഈ മന്ത്രിസഭ അതിനു മുമ്പേ ഈ മന്ത്രിസഭയെ ഇയാൾ തഴയിടും. അങ്ങനെ വന്നാൽ അയാൾ അത് മനസ്സിലാക്കിയാൽ അവർക്ക് അതിനുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ സംഗതികളുണ്ട്, അയാൾക്ക് അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അത് അയാൾ മണക്കും. അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ അയാൾ തന്നെ മന്ത്രിസഭ താഴെയിടും. ഇവർ പിൻവലിച്ചാൽ മതിയല്ലോ.
അങ്ങനെ വന്നാൽ ഇയാൾ ഒരു മിത്ത് മേക്കിങ്ങിലൂടെ പ്രചണ്ഡമായ ഒരു കോലാഹലം രാജ്യത്ത് മുഴുവൻ ഉണ്ടാക്കി അയാൾ എന്തോ അപൂർവ മനുഷ്യനാണ്, എനിക്കെതിരെ വരുന്നത് ഹിന്ദു രാഷ്ട്രത്തിനെതിരെയുള്ളതാണ്, എന്നെ ആക്രമിക്കുന്നത് ദേശദ്രോഹമാണ്, അങ്ങനെയുള്ള വലിയൊരു പിക്ചർ ഉണ്ടാക്കിയിട്ട് അയാൾ അതിശക്തമായ ഒരു റാംബോ ആയി വരാൻ പറയും. അങ്ങനെ രണ്ടാമത് വന്നാൽ ആ തെരഞ്ഞെടുപ്പ് ഏതെല്ലാം രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്തവണ നടന്ന പോലെ ഒരു തെരഞ്ഞെടുപ്പ് ആവുമോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് അയാൾക്ക് വേണമെങ്കിൽ ഒരു ബാലാക്കോട്ടോ അല്ലെങ്കിൽ ഒരു പുൽവാമയോ സൃഷ്ടിക്കായിരുന്നു ഇത്തവണ. പക്ഷെ അവർക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ആ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാവും എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ബാലാക്കോട്ടും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഉടലെടുക്കാതിരുന്നതും സൃഷ്ടിക്കാതിരുന്നതും നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള പദ്ധതികൾ അവർക്ക് കഴിയാണ്ടല്ല, പക്ഷെ അത് ചെയ്താൽ ഇതിനേക്കാളേറെ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള അവർക്ക് കിട്ടിയുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ രീതിയിലൊരു പ്രശ്നത്തിൽ നിന്ന് അവർ മാറി നിന്നത്. എന്തായാലും ഇനി നമുക്ക് സമയം അവസാനിക്കാറായി, ഞാൻ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ കാര്യം പറയാം, എന്നിട്ട് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് അവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച സ്ഥലമാണ്. നമ്മളൊന്നും അറിയാതെ 450 കോടി രൂപ അവിടെ അയാൾ MP ആയിരിക്കുമ്പോൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. 450 കോടി രൂപ അമൃത് പദ്ധതിയുടെ ഭാഗമായി തൃശ്ശൂർ നഗര നല്ല കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ. അപ്പോൾ 450 കോടി 350 കോടി ഗുരുവായൂർ ക്ഷേത്ര നവീകരണത്തിന് കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഓരോ ഹിന്ദു വീട്ടിലും തൃശ്ശൂർ മണ്ഡലത്തിൽ അയാൾ വ്യക്തികളെ ഉപയോഗിച്ച് മോദിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരം വ്യക്തികളെ ഉപയോഗിച്ച് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ 1 കോടി രൂപ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്, മൊത്തത്തിൽ 350ഉം 450ഉം 1 കോടി വേറെയും, ഇത്രയും പണം അയാൾ അവിടെ ചെലവാക്കിയിട്ടുണ്ട്. ഈ നഗരവികസനത്തിൻ്റെ പേരിൽ ചെലവാക്കിയിട്ടുള്ളത് മുഴുവൻ കുടുംബങ്ങൾക്കും ദരിദ്രരായ മുസ്ലിം കുടുംബങ്ങൾക്ക് വരെ അക്കൗണ്ടിൽ പണമിട്ട് കൊടുത്തിട്ടാണത്രേ എന്ന രീതിയിലുള്ള എന്ന രീതിയിൽ അക്കൗണ്ടിൽ പണം ഇട്ട് കൊടുത്തത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയൊക്കെ സംശയിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ, അത് വ്യാജമാണോ എന്ന് ചോദിച്ചാൽ അയാളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ അമ്മയ്ക്ക് എന്താ വേണ്ടത് കൊടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ അത് പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഓഫറുകൾ പാടില്ല. അതിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പോ പിമ്പോ എന്താണ് ഇത്രയും കോടി ചെലവഴിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ അവസാനിപ്പിക്കാം. എന്താണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത് ടൂറിസമാണ്. ഇതെന്തിനാണ് ഈ ടൂറിസം കൊടുത്തിട്ടുള്ളത്? ഇവിടെ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം കൊടുത്തത് ടൂറിസമായിരുന്നു. അന്ന് അൽഫോൺസ് കണ്ണന്താനത്തിന് ടൂറിസം കൊടുത്തപ്പോൾ ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫോർ ഓണം എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഓണത്തിന് കിട്ടിയ അയാൾ തൃശ്ശൂർ ഡൽഹിയിലൊക്കെ പോയിട്ട് കണ്ട് നമസ്കരിച്ചിട്ടൊക്കെ പോന്നു മറ്റേ പിണറായി വിജയൻ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പക്ഷെ ഇന്ന് സുരേഷ് ഗോപിയെ അങ്ങനെ അനുമോദിക്കാൻ അയാൾക്ക് കഴിയാത്തതുകൊണ്ട് അനുമോദിക്കാനുണ്ട്, അല്ലെങ്കിൽ അയാൾ അനുമോദിക്കും. എന്തായാലും ഇതിൻ്റെ ഉദ്ദേശം റിലീജിയസ് ടൂറിസമാണ്. നമ്മൾ വളരെ കെയർഫുൾ ആവേണ്ടത് അവിടെയാണ്. ഈ ടൂറിസം ഇയാൾക്ക് വളരെ ബോധപൂർവം കൊടുത്തിട്ടുള്ളതാണ്. അത് റിലീജിയസ് ടൂറിസമാണ്. കോടികൾ ഗുരുവായൂർ, കോടികൾ ശബരിമല, ആറന്മുള, അതുപോലെ ഇത് ഓൾറെഡി ഉള്ള പദ്ധതികളാണ് ഇതെല്ലാം. ഈ പദ്ധതികളെ അതീവ സജീവമാക്കിയെടുക്കുക. ആറന്മുള, അതിലപ്പുറം നമ്മുടെ വർക്കലയിലുള്ള ശിവഗിരി, ഇത്രയുമായാൽ അവരുടെ ഈക്വേഷൻ ഫില്ലായി. ശിവഗിരി അത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. വർക്കലയിൽ കഴിഞ്ഞ തവണ കണ്ണന്താനം വരുമ്പോൾ ഈ ശിവഗിരിയിലെ 450 കോടി രൂപ പദ്ധതി മറ്റേ ചെയർക്കാർ അത് ഇതെന്ന് പറഞ്ഞപ്പോൾ ശിവഗിരിയിലെ അവിടുത്തെ പ്രതിനിധി പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ആര് തരുന്നതെന്ന് നോക്കണ്ട, പൈസ കിട്ടിയാൽ മതി, ഇവിടുത്തെ വികസനം മാത്രം നോക്കണ്ടോന്നാണ്. അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് മത വംശീയ ടൂറിസമാണ്. മതവംശീയ ടൂറിസം എന്ന് പറയുമ്പോൾ ഒരു മതത്തിന് മാത്രമുള്ള ഒരു ബ്രാഹ്മണ്യവർഗത്തിന് മാത്രമുള്ള ഒരു ടൂറിസത്തിലൂടെ ഇവിടെ ജനങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തിക്കുകയും അതിലൂടെ വലിയ തരത്തിലുള്ള അട്ടിമറികൾ ഇവിടെ നടത്താൻ വേണ്ടി തന്നെയാണ് ഈ പരിപാടികളുമായി വന്നിട്ടുള്ളത്. കണ്ണൂര് ഒരു ക്ഷേത്രത്തിൽ പോയി നേരെ നായനാരുടെ ഭാര്യ കാണുന്നതും അത് കഴിഞ്ഞ് ടി പത്മനാഭനെ കാണുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അയാളെ സ്വീകരിക്കുന്നു, മോനെ വാ എന്ന് പറഞ്ഞിട്ട്. ഇത് റിലീജിയസ് ടൂറിസമാണ്. ഇതാണ് ഇവിടെ തകർക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മുസ്ലിം സമൂഹത്തെ ഇൻവിസിബിലൈസ് ചെയ്തിരിക്കുന്നു. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ ഇപ്പോഴും
ഇൻവിസിബിലൈസ് ചെയ്തിരിക്കുന്നു, അദൃശ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം ഇടപെടേണ്ട സമയത്ത് കേരളത്തിൽ ഗൗരവമായി ഇടപെട്ട്, ഇത്തരം റൂമുകൾക്കുള്ളിൽ ചർച്ചകൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഗൗരവമായി ഇടപെട്ട് എല്ലാവരും സംയുക്തമായി ഒരു മുന്നേറ്റത്തിനുള്ള, ഒരു ബദൽ മുന്നേറ്റത്തിനുള്ള ആവിഷ്കാരങ്ങൾ ഉണ്ടാവണം. അതിനെപ്പോഴും എന്നെ പോലുള്ളവർ അല്ലെങ്കിൽ ഞാനും ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.